പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ 7 ദിവസത്തെ വാട്ടർ മാനിഫെസ്റ്റേഷൻ സീരീസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം പേരെങ്കിലും അത് പ്രാക്ടീസ് ചെയ്തു എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടൂള് എങ്ങനെ നമ്മളുടെ മാനിഫെസ്റ്റേഷനെ യൂസ് ചെയ്യാൻ, എങ്ങനെയാണ് ശരിക്കും അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് എന്താണ് എന്നുള്ളത് അറിയാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടൂൾ അല്ലെങ്കിൽ വാട്ടർ എനർജി മാനിഫെസ്റ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വളരെയധികം ഫലങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മസാരു ഇമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞൻ ഈ ഒരു വാട്ടർ മോളിക്യൂൾസിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഒരു വാട്ടർ കണ്ടെയ്നറിൻ്റെ പുറത്ത് ലവ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു കണ്ടെയ്നറിൽ ആ വാട്ടർ മോളിക്യൂൾസ് എങ്ങനെ ബിഹേവ് ചെയ്തു എന്നും അതേസമയം ഹേറ്റ്രഡ്, എനിമി എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു കണ്ടെയ്നറിൽ എങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസ് ബിഹേവ് ചെയ്തത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നത് എന്നുള്ളതും നമ്മൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ 75% മേലെ വാട്ടറാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ പുറത്ത് ഈ വെള്ളത്തിന് ഇത്രയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ എനർജിയെ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും എങ്ങനെ നമ്മൾക്ക് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഈ വെള്ളത്തിൻ്റെ എനർജീനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും അവരവർക്ക് ഏത് മാനിഫെസ്റ്റേഷൻ ടൂളാണ് നല്ലതായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം വളരെയധികം വിശ്വസിച്ചിട്ട് വളരെയധികം തോട്ട്സും ആ ഒരു ഇമോഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ട് വേണം ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഏതാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടൂൾ അല്ലെങ്കിൽ വാട്ടർ എനർജി എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളുടെ മോഡേൺ സയൻസും ഏൻഷ്യൻ വിസ്ഡമും തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതിൽ നടക്കുന്നത്. ഇതിൽ ലിറ്ററലി പറയുകയാണെങ്കിൽ ശരിക്കും നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ വാട്ടർ എനർജിയിലേക്ക് ഒരു അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക തന്നെയാണ് നമ്മൾ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടൂൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതാണ് മാനിഫെസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഡിസയർ നമ്മൾ ഈ വാട്ടർ എനർജിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആ ഡിസയർ വളരെ സിമ്പിളായിരിക്കണം, വളരെ സ്പെസിഫിക് ആയിരിക്കണം, ക്രിസ്പ് ആയിരിക്കണം, വളരെ സ്മോൾ ആയിരിക്കണം. കാരണം നമ്മൾ ആദ്യം ഒരു പുതിയൊരു ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതെ നമ്മൾക്കിപ്പോൾ ആരുടെയെങ്കിലും കോൾ നമ്മൾ പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ കുറച്ച് അധികം നാളായിട്ട് നമ്മളൊരു ഫ്രണ്ട് വിളിക്കുന്നില്ല, നമ്മുടെ റിലേറ്റീവ്സ് ആരോ നമ്മളെ വിളിക്കുന്നില്ല, അവരുടെ കോൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾക്ക് ഐ ആം സോ ഹാപ്പി ആൻഡ് ജോയ്ഫുൾ ദാറ്റ് ദിസ് മൈ ലവ്ഡ് വൺ കോൾഡ് മീ, അല്ലെങ്കിൽ ഐ റിസീവ്ഡ് ആൻ അൺഎക്സ്പെക്റ്റഡ് മണി ഇൻ 24 hours, പിന്നെ അല്ലെങ്കിൽ ഐ സോ വൺ ഓഫ് മൈ ലവ്ഡ് വൺ അൺഎക്സ്പെക്റ്റഡ്ലി. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി അതായത് ഞാൻ പറയുന്നത് വളരെ സ്പെസിഫിക് ആയിരിക്കണം, വളരെ നിങ്ങൾക്ക് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. നിങ്ങൾ ഇപ്പം തന്നെ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഉള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ബിലീവ് ചെയ്യാൻ വളരെയധികം നിങ്ങളുടെ മനസ്സ് തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന കാര്യം നിങ്ങൾ ഇപ്പം തന്നെ മാനിഫെസ്റ്റേഷന് വേണ്ടി യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യം വളരെ സിമ്പിൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസയർ എടുക്കുക. അതിനുശേഷം വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു എനർജി പാസ് ചെയ്യാൻ പോവുകയാണ്. I am absolutely certain that this desire that I am receiving an unexpected money in 24 hours. It is already done. ഈ ഒരു ആഗ്രഹം ഇത് നടന്നു കഴിഞ്ഞു. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 24 മണി നേരത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് മണി എനിക്ക് ലഭിക്കാൻ പോകുന്നു, എനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ വേർഡ്സിൻ്റെ എനർജി ഫുള്ളായിട്ട് ആ വെള്ളത്തിലേക്ക് പാസ് ചെയ്യുക. കുറച്ച് നേരം നിങ്ങളൊരു ദീർഘശ്വാസമെല്ലാം എടുത്തതിന് ശേഷം അത് സംഭവിച്ചതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ പുറത്തും ചുണ്ടിലും ഒക്കെ ഒരു ചിരി വരുന്നതായിരിക്കും, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ആ ഒരു ഹാപ്പിനെസ്സും ഇമോഷനും എല്ലാം വളരെയധികം നിങ്ങൾ അനുഭവിച്ചു കൊണ്ട് തന്നെ വളരെ സ്ലോലി നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ്. സ്ലോ ആയിട്ട് കുടിക്കുക, ഹറിബറി ആയിട്ട് പെട്ടെന്ന് കുടിച്ച് തീർക്കാതെ ആ കുടിക്കുന്ന സമയത്തും ആ ഒരു എനർജി നിങ്ങൾ ഫീൽ ചെയ്യുക. ആ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആ ഡിസയർ അല്ലെങ്കിൽ ആ ഗോൾ നിങ്ങൾ
ഉള്ളിൽ പറഞ്ഞുകൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കുക. പാർട്ടാണ് ഇമ്പോർട്ടൻ്റ്, അതായത് ലെറ്റ് ഗോ ചെയ്യുക. ഇപ്പം നമ്മൾ ഡിസയർ നമ്മൾ വെള്ളത്തിനോട് പറഞ്ഞു കഴിഞ്ഞു, ആ എനർജി യൂസ് ചെയ്യാൻ നമ്മളും റെഡി ആയിട്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യുക. നമ്മൾ വളരെ ഒബ്സസ്ഡ് ആവരുത്. ഇപ്പം എപ്പോൾ നടക്കും, ഇത് നടക്കുമോ നടക്കില്ലേ എന്നുള്ളത് ആ ദിവസം മുഴുവൻ ആലോചിച്ചിട്ടിരിക്കാതെ നമ്മൾ ആ ഇതിനെ വന്നിട്ട് ലെറ്റ് ഗോ ചെയ്തിട്ട് നമ്മൾ സറണ്ടർ ചെയ്തു യൂണിവേഴ്സിനോട്, വെള്ളത്തിന് നമ്മൾ സറണ്ടർ ചെയ്തു. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ആ ദിവസം മുഴുവൻ വളരെ നോർമലായിട്ട് പോകട്ടെ. അതേസമയം ഒരു ടിപ്പ് ഉള്ളത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വളരെ വലിയ ആഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ എടുക്കാതെ ചെറിയ ചെറിയ ഡിസയേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും, നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അതിനുശേഷം നിങ്ങൾ വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, വാട്ടർ ടെക്നിക്ക്. ഇത് നിങ്ങൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലാണ് ഇത് ചെയ്യേണ്ടത്. ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻസ് തന്നെ കുറേയധികം വീഡിയോസ് ഞാൻ ഇടാം. ഇതിൽ നിറയെ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വാട്ടറിൻ്റെ എനർജി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.